ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. കൺസ്ട്രക്ഷൻസ് എക്യുപ്മെന്റ് ഓണേഴ്സ് അസോസിയേഷൻ ചെറുപുഴ മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചു. കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എ അബ്ദുൽ ഖാദർ ഉദ്ഘാടനം നിർവഹിച്ചു. മേഖലാ പ്രസിഡന്റ് പി ഇ ജയേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി എം പ്രദീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. പയ്യന്നൂർ മേഖലാ പ്രസിഡന്റ് പി രാജീവൻ, സംസ്ഥാന കമ്മിറ്റി അംഗം സലീം ഗ്രാൻഡ്, ആലക്കോട് തളിപ്പറമ്പ് മേഖലാ പ്രസിഡന്റുമാരായ രാജു സെബാസ്റ്റ്യൻ, വി ഷൗക്കത്ത് അലി, സെക്രട്ടറിമാരായ അശോകൻ, സജി ഭാസ്കർ, അഭിലാഷ് മുല്ലപ്പള്ളി, ബിനു തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി ജയേഷ് പൂങ്കാവനം പ്രസിഡന്റും വിവേക് ചൂരൽ സെക്രട്ടറിയും ജോമി കൊച്ചോലിക്കൽ ഖജാഞ്ചിയായും തിരഞ്ഞെടുക്കപ്പെട്ടു. സംഘടന രൂപീകൃതമായിട്ട് 6 വർഷം കഴിഞ്ഞു. കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് ഓണേഴ്സ് അസോസിയേഷൻ ഇന്ന് കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും വളരെ ശക്തമായ വേരോട്ടം ഉള്ള ഒരു സംഘടനയാണ്. കേരളത്തിൽ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരേ ഒരു സംഘടന എന്നുള്ളത് കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് ഓണേഴ്സ് അസോസിയേഷനാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ സുപരിചിതമാണ്. ചെറുപുഴ മേഖലയ്ക്ക് സംഘടനയെ വളരെ നന്നായിട്ട് സുപരിചിതമായിട്ടുള്ള ഒരു സംഘടനയാണ്. നേരത്തെ പലരും ഈ സംഘടനയിൽ അംഗത്വം എടുത്തെങ്കിലും നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ, കണ്ണൂർ ജില്ലയിലല്ല, കേരളത്തിൽ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് ഓണേഴ്സ് അസോസിയേഷന്റെ ആദ്യത്തെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള മേഖലയാണ് ചെറുപുഴ എന്നുള്ളത് ഞാൻ ഈ ഒരു അവസരത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അത്രമാത്രം സംഘടനയോട് ചേർന്ന് നിന്നിട്ടുള്ള ഒരു മേഖലയാണ്. പക്ഷെ പല സാഹചര്യങ്ങൾ കൊണ്ട് നമ്മുടെ പ്രവർത്തന പോരായ്മ കൊണ്ടോ അതല്ലെങ്കിൽ നമ്മൾ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ച ആളുകളുടെ ആ ഉത്തരവാദിത്ത നിർവഹണത്തിൽ നിന്നുള്ള ഒരു പിന്നാക്കം പോക്കുകൊണ്ടോ എന്തോ മറ്റ് മേഖലകളെല്ലാം ശാക്തീകരിക്കപ്പെട്ടപ്പോൾ ചെറുപുഴ മേഖല പിറകോട്ട് പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു സംഘടന എന്നുള്ളത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ജില്ലാ സെക്രട്ടറി പ്രദീപ് കുമാർ എണ്ണമാണ്. അദ്ദേഹത്തെയും നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിക്കുന്നതിനായി ജില്ലാ ട്രഷറർ സുരേഷ് ബാബു കെ അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതാണ് ഞങ്ങളുടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. അപ്പൊ നിങ്ങൾ ഇതൊന്ന് എന്താ നമ്മൾ ചർച്ച എടുക്കണം. അതായത് താൽക്കാലികമായിട്ട് ഞാനിപ്പോ ഇവിടത്തേക്ക് വന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ശരിക്കും പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ സംസാരിക്കേണ്ടി എന്നുള്ള ഭാഗമായിട്ടാണ് ഞാൻ ഈ ഫേസ്ബുക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ സംസാരിച്ചിട്ടുള്ളത്. ഒരാളും സംസാരിക്കുന്നില്ല. അപ്പൊ എല്ലാവരും സംസാരിക്കാതിരുന്ന നമ്മളിവിടെ എത്തൂല. അങ്ങനെ സംസാരിച്ച് എന്നെ നിർബന്ധിതനായിട്ട് ഒരു സ്ഥാനത്തേക്ക് ഇപ്പൊ താൽക്കാലികമായി നിർത്തുകയാണ്. അപ്പൊ ഈ സിഒയുടെ കണ്ണൂർ ജില്ല 11 മേഖലകളാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഈ കഴിഞ്ഞ മാസം 1-ാം തീയതി ഈ നമ്മുടെ ജില്ലാ കമ്മിറ്റി, കണ്ണൂർ ജില്ലാ കമ്മിറ്റി വാടക വർദ്ധിപ്പിച്ചതോടുകൂടിയിട്ട് 2 മേഖല 26 ദിവസം കൊണ്ട് പുളിക്കൽ മേഖലയും ഇരിട്ടി മേഖലയും 2 മേഖല പുതിയത് രൂപം കൊണ്ട് 3-ാമത്തെ മേഖലയാണ് ഇവിടെ ഈ ചെറുപുഴ മേഖല ഇന്ന് രൂപം കൊള്ളാൻ പോകുന്നത്. അത് ഈ സംഘടനയുടെ ഏറ്റവും വലിയ നമ്മുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ പ്രത്യേകിച്ചിട്ട് ജില്ലാ കമ്മിറ്റിയുടെ ഒരു കഴിവ് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഹൈവേയിൽ ഒരു 20 ലക്ഷം രൂപ കിട്ടാറുണ്ട്. നമ്മുടെ മേഖല കമ്മിറ്റി ഏൽപ്പിക്കും. നമ്മുടെ തെക്ക് മേഖലയിലെ ഒരു മെമ്പർക്ക് മേഖലാ കമ്മിറ്റി ഏൽപ്പിക്കും. അതിനുശേഷം മേഖലാ കമ്മിറ്റി ഫോർവേഡ് ചെയ്ത് ജില്ലയിൽ ഏൽപ്പിച്ചു. എനിക്കൊന്ന് 2-3 ദിവസം കൊണ്ട് 20 ലക്ഷം രൂപ വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. 2 തവണയായിട്ട് 40 ലക്ഷം. അപ്പൊ എനിക്ക് നമ്മുടെ പഴയ കാലങ്ങളിൽ പൊതുവെ എനിക്ക് JCB ഉണ്ട്, സജിക്ക് JCB, ദേഷ്യത്തിന്റെ കണ്ണിലിട്ട് നമ്മൾ കാണാം. പക്ഷെ ഇപ്പോ വളരെയധികം ഒരു കുടുംബത്തിൽ എങ്ങനെയാ, ഒരു സൗഹൃദം എങ്ങനെയാ, അതേ രീതിയാണ്. ഇന്ന് രാവിലെ വരാൻ വേണ്ടി തന്നെ എനിക്ക് ചെറിയൊരു 2 ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. സജീവ് ഭാഗത്തുനിന്ന്, ഷിനീർ ഭാഗത്തുനിന്ന്, നമ്മുടെ ജില്ലാ സെക്രട്ടറി പ്രസിഡന്റ് വിളിച്ച് രാവിലെ ഒരു ബഹളം. കുട്ടിപ്പുറ ബോർഡിന്റെ ചെയിൻ സർവീസ് ഇരിക്കുന്നത് നമ്മൾ മുതലാളിമാരുടെ യുക്തം നമ്മ ഈ മെമ്പർക്ക് കാണുന്നില്ല. ഒന്ന് ഞാൻ മുതലാളിയാകുന്നില്ല, ഒരു തന്റെ അടുത്തോടു കൂടെ വേണം എല്ലാവരും അത് ഇരിക്കാൻ വേണ്ടിട്ട്. ഇതുവരെ നമ്മൾ മുതലാളിയാകുന്നില്ല ധാരണ ഇതുവരെ എല്ലാവർക്കും വന്നിട്ടില്ല. അതുകൊണ്ട് വലിയൊരു മെഷീന്റെ മുതലാളിമാരാണ് നമ്മളോട് ഇരിക്കുന്നതിന്റെ ധാരണ എല്ലാവർക്കും വേണം. ഞാൻ തളിപ്പറമ്പ് മേഖലാ പ്രസിഡന്റാണ്. നമ്മളവിടെ
80 മെമ്പർമാരോളം ഇപ്പം ഉണ്ട്. പിന്നെ നമുക്ക് ഇത് ഇവിടെ വരെ എത്തിച്ച നമ്മുടെ സലീം ഗ്രാൻഡ് സെക്രട്ടറി ആയിട്ട് കുറെ വർഷം തുടർന്നു. ഈ സംഘടനയെ കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിച്ച് അറിഞ്ഞതാണ്. 2021 നമ്മൾ വാടക വർദ്ധിപ്പിച്ച് അങ്ങനെ നമ്മളെ സംഘടന രൂപീകരിച്ച് കുറച്ച് കാലം കഴിഞ്ഞു. അപ്പൊ വാടക വർദ്ധിപ്പിച്ച വാടക വാങ്ങാൻ ആരും തയ്യാറായില്ല. അത് വീണ്ടും 2010 വാടകയിലേക്ക് തന്നെ എത്തി. അപ്പോ 2025 നമ്മൾ ഈ വാടക വർദ്ധിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഇത്രയും പൈസ വാങ്ങാൻ കഴിയും? ചില സമയം നമ്മളെ പാർട്ടി നമ്മൾ പണിയെടുക്കാൻ വേണ്ടി പോകുന്നവൾ നമുക്ക് തരാൻ തയ്യാറായി നിൽക്കുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കും നമുക്ക് എങ്ങനെ ഇത് വാങ്ങൽ, അവരെ മുഖത്ത് നോക്കി എങ്ങനെ വാങ്ങും. നമ്മളെ പയ്യന്നൂര് കഴിഞ്ഞ ഈ വാടക ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം, നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.